ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയൊരു വിസ്മയത്തിന് കളമൊരുങ്ങുന്നു. അയർലൻഡ് പര്യടനത്തിനുള്ള ഇന്ത്യൻ പുരുഷ സീനിയർ ടീമിലേക്ക് യുവതാരം വൈഭവ് സൂര്യവംശിയെ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ. ടീം പ്രഖ്യാപനത്തിനുള്ള ചുരുക്ക പട്ടികയിൽ വൈഭവ് ഇടം പിടിച്ചതായാണ് ലഭിക്കുന്ന സൂചന. അയർലൻഡ് പരമ്പരയിൽ കളിക്കാൻ അവസരം ലഭിച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ ദീർഘകാലത്തെ റെക്കോർഡാകും വൈഭവ് തിരുത്തിക്കുറിക്കുക. നിലവിൽ അന്താരാഷ്ട്ര മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. 16 വയസ്സും 250 ദിവസവുമായിരുന്നു സച്ചിന്റെ പ്രായം. എന്നാൽ ഇതിലും ചെറിയ പ്രായത്തിൽ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിക്കാനുള്ള അവസരമാണ് വൈഭവിന് മുന്നിലുള്ളത്. അതേസമയം ചെറിയ പ്രായത്തിൽ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ചതിന്റെ റെക്കോർഡ് ഷെഫാലി വർമ്മയുടെ പേരിലാണ്. 15 വയസ്സും 7 മാസവും 27 ദിവസവും ഉള്ളപ്പോഴാണ് ഇന്ത്യൻ വനിതാ ടീമിനായി ഷെഫാലി അരങ്ങേറുന്നത്. ഷെഫാലി വർമ്മയുടെ പേരിൽ നിലനിൽക്കുന്ന റെക്കോർഡിനൊപ്പം എത്താൻ വൈഭവിന് സാധിക്കുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. ജൂൺ 26, 28 തീയതികളിൽ നടക്കുന്ന 2 T20 മത്സരങ്ങളാണ് അയർലൻഡ് പര്യടനത്തിനുള്ളത്. IPL-ന് ശേഷം ടീം പ്രഖ്യാപനമുണ്ടാകും. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി മാച്ച് വിന്നിംഗ് സെഞ്ചുറി നേടിയതിന് പിന്നാലെ ഇന്ത്യൻ താരം സഞ്ജു സാംസണെ തേടി ICC പുരസ്കാരവും. മാർച്ച് മാസത്തിലെ ഏറ്റവും മികച്ച പുരുഷ താരത്തിനുള്ള പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരമാണ് സഞ്ജു സ്വന്തമാക്കിയത്. T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നിലനിർത്തിയപ്പോൾ പുറത്തെടുത്ത വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് സഞ്ജുവിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഫൈനലിൽ കളിയിലെ താരമായ സഹതാരം ജസ്പ്രീത് ബുംറയെയും ദക്ഷിണാഫ്രിക്കയുടെ യുവതാരം കോണർ എസ്റ്റർഹുയ്സനെയും പിന്തള്ളിയാണ് സഞ്ജുവിന്റെ നേട്ടം. ലോകകപ്പിലുടനീളം മികച്ച ഫോമിലായിരുന്നു സഞ്ജു. കളിച്ച 5 മത്സരങ്ങളിൽ നിന്നായി 321 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം മാത്രം കളിച്ചിട്ടും ടൂർണമെന്റിലെ റൺ വേട്ടക്കാരിൽ 3-ാം സ്ഥാനത്താണ് മലയാളി താരം ഫിനിഷ് ചെയ്തത്. 80.25 എന്ന അവിശ്വസനീയമായ ബാറ്റിംഗ് ശരാശരിയിലായിരുന്നു സൂപ്പർ 8 മുതൽ സഞ്ജുവിന്റെ ബാറ്റിംഗ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ വെർച്വൽ ക്വാർട്ടർ ഫൈനലിനായി മാറിയ അവസാന സൂപ്പർ 8 പോരാട്ടത്തിൽ പുറത്താകാതെ 97 റൺസ് എടുത്ത സഞ്ജുവാണ് ഇന്ത്യക്ക് വിജയവും സെമി ടിക്കറ്റും ഉറപ്പിച്ചത്. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ വാങ്കഡയിൽ നടന്ന പോരാട്ടത്തിൽ 89 റൺസ് എടുത്ത സഞ്ജു ന്യൂസിലൻഡിനെതിരായ ഫൈനലിലും 89 റൺസ് നേടി ടീമിന്റെ ടോപ്പ് സ്കോററായി. ICC പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് നേടാനായത് അവിശ്വസനീയമായ ഒരു വികാരമാണെന്ന് സഞ്ജു പ്രതികരിച്ചു. കരിയറിലെ ഏറ്റവും അവിസ്മരണീയമായ ഘട്ടത്തിലാണ് ഈ അംഗീകാരം ലഭിക്കുന്നതെന്നും അത് ഇരട്ടി സന്തോഷം നൽകുന്നുവെന്നും സഞ്ജു പറഞ്ഞു. ഫുട്ബോൾ ആരാധകരേറെ ഉറ്റുനോക്കിയിരുന്ന ബ്രസീൽ സൂപ്പർ താരം നെയ്മർ ജൂനിയറിന്റെ ലോകകപ്പ് ടീമിലേക്കുള്ള പ്രവേശനത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി ദേശീയ ടീം പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി. പരിക്കിന്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കളിക്കളത്തിൽ തിരിച്ചെത്തിയ താരത്തിന് വരാനിരിക്കുന്ന ഫിഫ ലോകകപ്പിന് മുൻപ് പൂർണ്ണ കായികക്ഷമത കൈവരിക്കാൻ ഇനിയും സമയമുണ്ടെന്ന് ആഞ്ചലോട്ടി വ്യക്തമാക്കി. നെയ്മറിന് പഴയ ഫോമിലേക്ക് തിരിച്ചെത്താൻ 100% സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷനും ഞാനും അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തുകയാണ്. ലോകകപ്പ് സ്ക്വാഡിൽ ഇടം നേടാൻ താൻ യോഗ്യനാണെന്ന് തെളിയിക്കാൻ നെയ്മർക്ക് മുന്നിൽ ഇനിയും 2 മാസത്തെ സമയമുണ്ട്. ഫ്രഞ്ച് മാധ്യമമായ ലക്വിപ്പിന് നൽകിയ അഭിമുഖത്തിൽ ആഞ്ചലോട്ടി പറഞ്ഞു. 2023 മുതൽ കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് നെയ്മർ ദേശീയ ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു. ഡിസംബറിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് തുടർന്നുണ്ടായ പ്ലാസ്മ ചികിത്സകൾക്കും ശേഷം താരം മികച്ച രീതിയിൽ തിരിച്ചു വരികയാണെന്നും നിലവിൽ താരം ഗോളുകൾ കണ്ടെത്തുന്നത് ശുഭസൂചനയാണെന്നും ആഞ്ചലോട്ടി കൂട്ടിച്ചേർത്തു.